നമസ്കാരം. അനന്തം ഈ പാഠശാലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ LDC ഡീറ്റെയിൽഡ് സിലബസാണ് നോക്കുന്നത്. മുൻപ് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് കലാ, കായികം, സാഹിത്യം, സംസ്കാരം എന്ന ഭാഗമാണ്. അപ്പോൾ ഇവിടുന്ന് ആയിട്ട് ബന്ധപ്പെട്ട് നോക്കാനുള്ളത് പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ, പ്രശസ്തരായിട്ടുള്ള കലാരൂപങ്ങൾ ഏതൊക്കെയാണ്, ഓരോ കലകളുടെ പേരിൽ പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, കലാരൂപങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, അങ്ങനെ പലതും ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ലളിതകലാ അക്കാദമിയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് കണ്ട ഒരു ചോദ്യമാണ്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം. ഇപ്പോൾ ഓപ്ഷൻസിനകത്ത് ലളിതകലാ അക്കാദമി ഉണ്ട്, സാഹിത്യ അക്കാദമി ഉണ്ട്, സംഗീത നാടക അക്കാദമി ഉണ്ട്, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുണ്ട്. അപ്പോൾ നമുക്ക് സംശയം വരാം. അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ലളിതകലാ അക്കാദമിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ എല്ലാത്തിനെയും കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. അടുത്ത ഭാഗമാണ് കായികം. കായികം എന്ന് പറയുന്നതിനകത്ത് കൂടുതലും ഒളിമ്പിക്സ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഒളിമ്പിക്സ് നോക്കുക. ആ ഒരു സമയത്ത് നമ്മുടെ പരീക്ഷ നടക്കുന്നതിന് മുൻപായിട്ട് ഒളിമ്പിക്സ് ആ ഒരു വർഷം അല്ലെങ്കിൽ അതിന് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ഒളിമ്പിക്സ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നോക്കുക. ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നടക്കുന്ന ഗെയിമുകൾ നോക്കുക. പങ്കെടുത്തിട്ടുള്ള വ്യക്തികൾ, അതിനകത്ത് കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തികൾ, കൂടുതൽ സ്വർണം നേടിയിട്ടുള്ള വ്യക്തികൾ, നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്ഥാനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും നോക്കുക. ഇനി സാഹിത്യം എന്ന് പറയുന്ന ഭാഗത്ത് പ്രധാനമായിട്ട് നോക്കേണ്ടത് മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, കൃതികൾ, കർത്താക്കൾ, എഴുത്തുകാർ, കഥാപാത്രങ്ങൾ, പ്രശസ്തമായ വരികൾ, മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോവലുകൾ, കഥകളെക്കുറിച്ച് നോക്കുക, ജീവചരിത്രങ്ങളെക്കുറിച്ച് നോക്കുക, ആത്മകഥകൾ നോക്കുക, തൂലികാനാമങ്ങൾ, ഓരോരുത്തരുടെ അപരനാമങ്ങൾ, അല്ലേ, സിനിമയെക്കുറിച്ച് നോക്കുക. പിന്നെ അവാർഡുകൾ, ദേശീയ അവാർഡുകൾ, സംസ്ഥാന ചലച്ചിത്ര അവാർഡൊക്കെ വരും. അപ്പോൾ ഇതെല്ലാം ഈ ഭാഗത്ത് വരുന്നതാണ്. പിന്നെ ജ്ഞാനപീഠം നേടിയിട്ടുള്ള മലയാളികൾ ആരൊക്കെയാണ്, ജ്ഞാനപീഠ അവാർഡുകൾ അവസാനമായിട്ട് ലഭിച്ചത് ആർക്കാണ്, ഓരോരുത്തർക്കും കിട്ടിയ വർഷങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് വരുന്നത്. അതൊക്കെ നോക്കുക. പിന്നെ സംസ്കാരം എന്ന് പറയുമ്പോൾ പ്രധാന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ. ഇപ്പോൾ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം രഥോത്സവം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് പാലക്കാട് കൽപ്പാത്തിയാണ് അല്ലേ. അപ്പോൾ രഥോത്സവത്തിന് പ്രസിദ്ധമാണ് കൽപ്പാത്തി, അല്ലെ കൽപ്പാത്തി രഥോത്സവം അത്രത്തോളം പ്രസിദ്ധമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, പിന്നെ എന്താ പറയണ്ടേ, വൈലോപ്പിള്ളി സംസ്കൃത ഭവൻ അല്ലേ, ആ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സെൻറ്ററുകളുണ്ട്, അതൊക്കെ നോക്കി വെക്കുക. സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മലയാളം മിഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തു നിന്നാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. പഴയ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. പിന്നെ സാംസ്കാരിക നായകരുണ്ട്, പിന്നെ അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക. അടുത്തത് IT ആണ്. നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മാറ്റങ്ങളൊന്നും വരാത്തൊരു സബ്ജക്റ്റാണ് IT എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാലും പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റും കൂടിയാണ് IT എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, LAN, WAN, MAN ഇതൊക്കെ മിക്കവാറും പരീക്ഷകൾക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് സമയം ചിലവഴിക്കുക, എല്ലാ ദിവസവും കുറച്ച് സമയം ചിലവഴിച്ചിട്ട് അതുകൂടെ പഠിക്കുക. അത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ. പിന്നെ ഇൻ്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. ITയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. എപ്പോഴും എല്ലാവർക്കും തെറ്റുന്നൊരു ഭാഗമാണ്, കാരണം കുറച്ച് ലോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് IT ആക്റ്റും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ലോസ് ഉണ്ട്, 66A, BC എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റൊക്കെ അതിൽ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏരിയയാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. പക്ഷേ വിവരാവകാശ നിയമപ്രകാരം ഒരാൾക്ക് എത്ര മണിക്കൂറിനുള്ളിലാണ് അയാൾ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ കൊടുക്കേണ്ടത്, ഏതൊക്കെ വിവരങ്ങളാണ് കൊടുത്തുകൂടാത്തത്, വൈകിയാലുള്ള പിഴ എത്രയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അത് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് ആയാലും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആയാലും ഒക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏരിയയാണ്. പിന്നെ അതുപോലെ തന്നെ പോക്സോ ആക്ട്, അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ്. എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നീട് ആനുകാലിക വിഷയങ്ങൾ, കറണ്ട് അഫയേഴ്സ് 20 മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ബാക്കി എല്ലാത്തിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇതും എന്താ പറയുക, ദിവസവും പത്രങ്ങൾ വായിക്കുക. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് കിട്ടാൻ ഒരുപാട് സോഴ്സുകൾ നമുക്കുണ്ട്. അപ്പോൾ ആ സോഴ്സിൽ നിന്നൊക്കെ കറണ്ട് അഫയേഴ്സ് പഠിക്കുക. പിന്നെ ഈ ചാനലിൽ കൂടെ ഞാൻ കറണ്ട് അഫയേഴ്സ് ആയാലും GK ആയാലും ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ദയവായിട്ട് ഈ ചാനലും കൂടെ നിങ്ങൾ കാണുക. തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് തുടങ്ങുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് സിലബസിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ.
പിന്നെയുള്ളത് മാത്സാണ്. മാത്സ് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. എല്ലാ ടോപ്പിക്സും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അത് ഓരോന്നും അത് തന്നെ കൃത്യമായിട്ട് പഠിക്കുക. ഒരുപാട് സമയമെടുത്ത് പഴയ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. ഏതൊക്കെ സോഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടാവോ അതൊക്കെ നിങ്ങൾ എടുത്തിട്ട് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കുക. എല്ലാ ദിവസവും മാത്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറന്നു പോകും. അപ്പം ആദ്യമായിട്ടൊക്കെ പഠിക്കുന്നവർ അല്ലെങ്കിൽ മാത്സുമായിട്ട് വലിയ ടച്ച് ഇല്ലാത്തൊരു ദിവസവും ചെയ്ത് പഠിക്കുക. അതാണ് വേണ്ടത്. ഓക്കെ, 5 മാർക്കാണ് മാത്സിന്. പിന്നീടുള്ളത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഏരിയാസ് ആണ് ടെൻസ്, അതുപോലെ തന്നെ ആർട്ടിക്കിൾ, ടാഗ്, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ഏരിയ, അതുപോലെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ്. ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് ഏരിയാസാണ്. പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വൊക്കാബുലറിക്ക് പ്രത്യേകമാണ് 5 മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇംഗ്ലീഷ് നോക്കുമ്പോൾ 10 മാർക്കാണ് ഇംഗ്ലീഷിന് വരുന്നത്. അപ്പോൾ 5 മാർക്ക് വൊക്കാബുലറിയാണ്. അത് വേർഡ്സൊക്കെ കൂടുതൽ സമയമെടുത്ത് പഠിക്കുക. റാങ്ക് ഫയലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ വേർഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോന്നും എടുത്ത് പഠിക്കുക. പിന്നീട് മലയാളമാണ്. മലയാളത്തിനും 10 മാർക്കാണ്. മലയാളം വലിയ പാടായിട്ടൊന്നും ഒരിക്കലും വരത്തില്ല. ഓക്കെ, പിന്നെ സന്ധി, സമാസം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതലും പേർക്ക് തെറ്റി വരുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ തെറ്റാനായിട്ടൊന്നുമില്ല. എളുപ്പമുള്ള ഭാഗമാണ് മലയാളവും. അപ്പോൾ എല്ലാ ദിവസവും മലയാളത്തിനും ഇംഗ്ലീഷിനും മാത്സിനും ഐ ടിക്കുമായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുക. അതെന്നും പഠിക്കുക. ബാക്കി സബ്ജക്റ്റിനോടൊപ്പം തന്നെ പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സിലബസ് ഫുള്ളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പല വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കാണുക. ഡീറ്റെയിൽഡായിട്ട് ഫുൾ സിലബസ് ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. വേണ്ടവർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താങ്ക്